വിവാദങ്ങളിൽപ്പെട്ട് ഉഴലുന്ന ഈ എമ്പുരാൻ സിനിമയുടെ ഭാവി എന്തായിരിക്കും? നല്ല ചോദ്യമാണ്. കാരണം ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് പത്രം ഒരു റിപ്പോർട്ട് പുറപ്പെടുവിച്ചു സിനിമയെക്കുറിച്ച്. അതായത് സിനിമയുടെ 2ാം ദിവസമായപ്പോൾ 44% ഫോളുണ്ടായി വ്യൂവർഷിപ്പിൽ കുറവ് വന്നു. എന്നിട്ട് 2ാം ദിവസത്തെ കളക്ഷൻ, കേരളത്തിലെ കളക്ഷൻ 10,75,00,000 എന്ന് പറഞ്ഞു. അപ്പോൾ 100 കോടി എന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. അപ്പോൾ 100 കോടി അവിടെ നിൽക്കട്ടെ. ഈ 100 കോടി അല്ലെങ്കിൽ എത്രയെങ്കിലും ആയിട്ട് ഒരു സിനിമയുടെ ഷെയർ എങ്ങനെയാണെന്നറിയാമോ? ഒരു സിനിമയുടെ വരുമാനത്തിൻ്റെ 30% ടാക്സ് പോകും. പിന്നെയുള്ളത് 70%. 70%ത്തിൽ സിനിമയുടെ ആദ്യത്തെ ആഴ്ച ആകെ കളക്ഷൻ്റെ 60% പ്രൊഡ്യൂസർക്ക്, 40% തിയേറ്ററിനാണ്. 2ാമത്തെ ആഴ്ച 55% നിർമ്മാതാവിന്, 45% തിയേറ്ററിനാണ്. 3ാമത്തെ ആഴ്ച 2 കൂട്ടർക്കും, പ്രൊഡ്യൂസർക്കും തിയേറ്റർക്കും 50-50 വെച്ച് കിട്ടും. 4ാമത്തെ ആഴ്ച നേരെ തിരിഞ്ഞു വീഴും. 4ാമത്തെ ആഴ്ച 4 ആഴ്ച വരെ, ഒരു മാസം വരെ തിയേറ്റർ ഹോൾഡ് ചെയ്യല്ലേ. അപ്പോൾ തിയേറ്റർ ഷെയർ കൂടും. അതായത് ആകെയുള്ള വരുമാനത്തിൻ്റെ 30% ടാക്സ് പോയിട്ടുള്ള ബാക്കി 70%ത്തിൻ്റെ 60% തിയേറ്റർ ഉടമയ്ക്ക് പോകും. 40% നിർമ്മാതാവിന് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നലെ ഇന്ത്യൻ എക്സ്പ്രസ് പറയുന്ന പോലെ 2ാം ദിവസം ഈ പൃഥ്വിരാജിൻ്റെ ഈ സിനിമ, മോഹൻലാൽ ഒഴിഞ്ഞല്ലോ, പൃഥ്വിരാജിൻ്റെ സിനിമ എന്ന് പറയാം, 10,75,00,000 രൂപ കേരളത്തിൽ കളക്ട് ചെയ്തു 2ാം ദിവസം. അതായത് 10,75,00,000 ടാക്സ് ആയിട്ട് 30% കൊടുക്കണം ആദ്യത്തെ ആഴ്ചയിലെ കണക്കാണ്. ടാക്സ് എല്ലാ ആഴ്ചയും സെയിമാണ്. മറ്റേ പ്രൊഡ്യൂസറുടെ ഷെയറും തിയേറ്റർ ഷെയറും മാറി ആഴ്ച തോറും മാറും. ഇപ്പോൾ 10,75,00,000 രൂപ കിട്ടിയെങ്കിൽ 30,25,000 രൂപ ടാക്സ് 30% പോയി. പിന്നെ ബാക്കിയുള്ള എത്രയാ? 7,52,5,000 രൂപ. ഇതിൻ്റെ 60% ആർക്ക് കിട്ടത്തുള്ളൂ? നിർമ്മാതാവിന് കിട്ടുള്ളൂ. അതിൻ്റെ 60% എന്ന് പറയുന്നത് 4,51,05,000 രൂപ. അപ്പോൾ 2ാം ദിവസം മുതലാളിക്ക്, നിർമ്മാതാവിന് കിട്ടിയ എത്രയാണ്? 4,51,05,000 രൂപ കിട്ടിയിട്ടുള്ളൂ. 250 കോടി രൂപ. ആദ്യത്തെ ദിവസം കിട്ടിയത് എൻ്റെ കണക്ക് ഇതിനടുത്ത് തന്നെ ആയിരിക്കും ആദ്യത്തെ ദിവസം കിട്ടിയിരിക്കുന്നത്. ഒരല്പം കൂടെ കൂടുതലിട്ടുണ്ടാവും. അപ്പോൾ 2 ദിവസം കൊണ്ട് 2ാം ദിവസം 4,51,05,000 രൂപയാണ് കേരള ഷെയർ. കേരളത്തിലെ 728 തിയേറ്ററുകളിൽ നിന്നാണ്. കേരളത്തിലെ 728 തിയേറ്ററുകളിൽ നിന്ന് 2ാം ദിവസത്തെ വരുമാനം 4,51,05,000 രൂപയുള്ളൂ. ഈ കണക്കനുസരിച്ച് നമ്മൾ കണക്ക് കൂട്ടിയാൽ അപ്പോൾ 250 കോടി ഈ പ്രൊഡ്യൂസർക്ക് എന്ന് തിരിച്ചു കിട്ടുമോ? 150 കോടിയാണ് കിട്ടുമോ? കിട്ടത്തില്ല. ഇനി ഈ പറഞ്ഞതുപോലെ BJP പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി ഈ സിനിമ കാണുന്നില്ല എന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇനി സിനിമ കാണില്ല, ഇനി ഈ സിനിമ ഞാൻ കാണില്ല. ഇത്തരത്തിൽ ഒരു സിനിമ ഇറക്കുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല എന്ന് പറഞ്ഞിട്ടാണ് രാജീവ് ചന്ദ്രശേഖറിൻ്റെ ഇന്നത്തെ നിലപാട്. സോഷ്യൽ മീഡിയ പോസ്റ്റ് കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയപ്പോൾ, അണ്ടർലൈൻ, കേരളത്തിൽ നിന്ന് ഡൽഹിയിലെത്തിയപ്പോൾ നിലപാട് വന്നിരിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ കേരളത്തിലെ BJP പ്രവർത്തകർക്കുള്ള ഒരു ആഹ്വാനമല്ല എന്ന് പറയാൻ പറ്റുമോ? ഈ സിനിമ കാണണ്ട എന്നുള്ളൊരു കോള് പോയി കഴിഞ്ഞു. ഈ കോളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് കേരളത്തിലെ ഹിന്ദുക്കളായിട്ടുള്ള ഒരു വലിയ ജനവിഭാഗം ഈ സിനിമയെ ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ ഭാവി തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞു. കാശ് പോയിരിക്കുന്നത് ഗോകുലം ഗോപാലിന്. പിന്നെ ലൈക്ക സുഭാഷ്കരൻ്റെ ഒരു കഥയുണ്ട്. ആ കഥ നമുക്ക് പറയാം. അതൊരു വീഡിയോ നമ്മൾ ചെയ്തു. ആരാണ് ഈ സുഭാസ്കരൻ എന്ന് പറയുന്ന മഹാനായ പ്രൊഡ്യൂസർ? ആരാണ്? ആദ്യം കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊരു വീഡിയോ വേറെ ചെയ്യുന്നുണ്ട്, സുഭാസ്കരനെ പരിചയപ്പെടുത്തുന്നത്. ഏതായാലും നമ്മൾ ഇന്നത്തെ ദിവസം എമ്പുരാന് വേണ്ടി മാറ്റി വെച്ചിരിക്കുക. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ അവസ്ഥ. ഈ സിനിമ എങ്ങനെയാണ് ഇനി വിജയിക്കാൻ പോകുന്നത്? കാരണം വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഇയാളുടെ ഒരു ശൃഗാല ബുദ്ധി ഉണ്ടല്ലോ, കുറുക്കൻ്റെ ബുദ്ധി എന്നാണ് ശൃഗാല ബുദ്ധി പൃഥ്വിരാജിൻ്റെ. അത് ആദ്യത്തെ ദിവസം ലാലേട്ടൻ്റെ ആളുകൾ ലൂസിഫർ പോലെയുള്ള വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സിനിമ, രാജീവ് ചന്ദ്രശേഖര പറഞ്ഞ ലൂസിഫർ ഞാൻ കണ്ടതാണ്. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് വളരെ ആവേശം ജനിപ്പിക്കുന്ന ഒരു സിനിമയാണ്. അതുകൊണ്ട് ഞാൻ എമ്പുരാനും കാണുമെന്ന് തീരുമാനിച്ചിരുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ പോസ്റ്റ് ആരംഭിക്കുന്നത്. അതുപോലെ ലൂസിഫർ കണ്ട് ഏട്ടൻ്റെ ഒരു സിനിമ ഒരുപാട് നാളിന് ശേഷം വരികയാണ്. മാത്രമല്ല ഏട്ടൻ്റെ ഒരുപാട് സിനിമകൾ പൊട്ടിപ്പോയി. ബറോസ് പൊട്ടിപ്പോയി, വാലിബൻ പൊട്ടിപ്പോയി. അങ്ങനെ ഏട്ടൻ്റെ സിനിമകളൊക്കെ പരാജയപ്പെടുന്നത് കൊണ്ട് സങ്കടമുള്ള ഏട്ടൻ്റെ അനിയന്മാർ, നേരത്തെ സിനുവിനോട് പറഞ്ഞ പോലെ 90 വയസ്സ് കഴിഞ്ഞ ആളും മോഹൻലാലിനെ ലാലേട്ടൻ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ
അത് മോഹൻലാലിന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ആ ആളുകളിൽ ഭൂരിപക്ഷവും ആരാന്നറിയോ? ഹിന്ദുക്കളാണ് സാർ. അവർ ടിക്കറ്റ് ബുക്ക് ചെയ്ത് അതിരാവിലെ പോയി സിനിമ കാണാൻ നിന്നു. ജനൻ TV ലൈവ് കാണിച്ചറിയാവോ? എമ്പുരാൻ്റെ റിലീസിൻ്റെ ഫസ്റ്റ് ഷോ ജനൻ TV ലൈവ് കാണിച്ചു. എന്നിട്ടാണ് അവരുടെ നെഞ്ച് കത്തി കയറിയത്. 2-ാം ദിവസം ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത് പോകണ്ടെന്ന് തീരുമാനിച്ചു. അപ്പം പൃഥ്വിരാജിൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത് 27-ാം തീയതി റിലീസ് ചെയ്ത് 27-ാം തീയതി മോഹൻലാലിൻ്റെ മോളുടെ ജന്മദിനം മറ്റാണെന്ന് പറഞ്ഞു കേട്ടു. അതുകൂടാതെ നോമ്പ് പിടിക്കുന്ന മുസ്ലിമുകൾക്ക് വളരെ പ്രധാനപ്പെട്ട ദിവസമാണ്, സ്വർഗ്ഗവാതിൽ തുറക്കുന്ന ദിവസം മറ്റാണ് 27-ാം തീയതി, നോമ്പിൻ്റെ 27-ാം ദിവസം മറ്റോ. ആ ദിവസം സെലക്ട് ചെയ്ത് റിലീസിങ് വെച്ചതാണ്. അപ്പോൾ ആദ്യത്തെ ദിവസം ഹിന്ദുക്കൾ മുഴുവൻ കണ്ടിട്ട് അവർ പോയി കഴിഞ്ഞാൽ അവരിതിനെതിരെ ഹേറ്റ് ക്യാമ്പയിൻ ആരംഭിക്കും. 4 ദിവസം കൂടെ കഴിയുമ്പോൾ നോമ്പ് കഴിയും. നോമ്പ് കഴിയുമ്പോഴത്തേക്ക് ഹിന്ദുക്കളുടെ ഹേറ്റ് ക്യാമ്പയിൻ കൊണ്ട് മുസ്ലിമുകൾ മുഴുവൻ നോമ്പിന് ശേഷം ഇടിച്ച് കയറും എന്നിവർ കരുതി. അതിനു വേണ്ടിയിട്ട് അവരെ സൂചിപ്പിക്കുന്ന കണ്ടൻറ്റാണ് ഹിന്ദു വിരുദ്ധമായ മുസ്ലിം അനുകൂലമായ കണ്ടൻറ്റുകൾ. അത് രാജ്യവിരുദ്ധം വരെയുണ്ട്. ദേശീയ പതാകയെ അപമാനിക്കുന്ന സീനുണ്ടായിരുന്നു, അതുകൊണ്ട് വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞത് ഫിലിം സെൻസർ ബോർഡ് അംഗമാണ്. അപ്പോൾ ഈ രാജപ്പൻ എന്ത് സിനിമ ഉണ്ടാക്കിയേ? ഇന്ത്യയുടെ ദേശീയ പതാകയെ അപമാനിക്കുന്ന രംഗം വരെ ഷൂട്ട് ചെയ്ത് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിരുന്നു. സെൻസർ ബോർഡ് കട്ട് ചെയ്താണെന്ന് സെൻസർ ബോർഡ് അംഗം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇയാൾ എത്രമാത്രം അപകടകാരിയാണെന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ നോയമ്പിന് ശേഷം മുസ്ലിം സഹോദരങ്ങൾ ഈ സിനിമ കാണാൻ വരുമെന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം എന്താ സംഭവിക്കുന്നത്? അവർ വരില്ല. അവരും വരേണ്ട കാര്യമില്ല. കാരണം അവർക്ക് അനുകൂലം ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ കട്ട് ചെയ്ത് കളയാണ്. 17 സീൻ കട്ട് ചെയ്യുമ്പോൾ അവരുടെ പിന്നെന്തിനാണ് ഇന്നലെ ഞാൻ പതിപോലെ ഇന്നലത്തെ കരച്ചിൽ കാണാൻ ഞാൻ ഇന്നലത്തെ ഔട്ട് ഓഫ് ഫോക്കസ് വെച്ചിരുന്നു. അപ്പോൾ അജിബ്സ് എന്നുള്ള ഉദാത്തനായ എൻ്റെ സുഹൃത്താണ് കേട്ടോ, വലിയ മാധ്യമ പ്രവർത്തകനാണ്, എൻ്റെ സുഹൃത്താണ്. ഞങ്ങൾ സംസാരിക്കാറൊന്നുമില്ല, കുറേ നാൾ മുമ്പ് സംസാരിച്ചിട്ടുണ്ട്, 2 വർഷമെങ്കിലും കാണും. അപ്പോൾ എന്നോട് അജിംസ് അതിനകത്ത് പറയാം, എന്നോടല്ല പറയുകയാണ്, അല്ല സിനിമ കട്ട് ചെയ്തുകൊണ്ട് എനിക്ക് യോജിപ്പുണ്ട്. കാരണം ഇപ്പോൾ ഒരു 3 മണിക്കൂറുണ്ട് ഈ സിനിമ, 3 മണിക്കൂർ അതിൻ്റെ ഒരു ബാധ്യതയാണ്. ഒരു അരമണിക്കൂർ കട്ട് ചെയ്താൽ സുഖമായിട്ട് നമുക്ക് കാണാമല്ലോ. അത് സിനിമയുടെ ലാഗൊക്കെ ഒന്ന് മാറിക്കിട്ടും. അപ്പോൾ ലാഗ് ഉണ്ടായിരുന്നു അല്ലേ? ഇങ്ങനെ നിലവിളി കരഞ്ഞുകൊണ്ട് ഒരു സിനിമയുണ്ടല്ലോ, ഈ KPSC ലളിത പുറത്ത് നിന്ന് സന്തോഷത്തോടെ എല്ലാം പറഞ്ഞിട്ട് അകത്തോട്ടൊന്ന് കഥ കരച്ചിലൊരു കരച്ചിലുണ്ടല്ലോ, കരച്ചിൽ പോലെയാണ് ഇവരുടെ ഈ വർത്തമാനം. അപ്പോൾ ഏതായാലും ഇനി 1 മാസം ഓടിയാൽ പോലും ഈ സിനിമ എങ്ങനെ കളക്ട് ചെയ്ത് തിരിച്ചു വരും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. മോഹൻലാലിൻ്റെ ഒരു മാപ്പപേക്ഷ ഇനി പഴയ പോലെ ഈ പുറത്തിറങ്ങി വലിയൊരു കാമ്പയിനുമായിട്ട് മോഹൻലാൽ പോവാം പ്രൊമോഷൻ പോകാൻ പറ്റില്ല. കാരണം ഈ ഇൻഡസ്ട്രിയിൽ, ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. വടക്കേ ഇന്ത്യയിലൊക്കെ ചില സിനിമകൾക്കെതിരെ ആളുകൾ തെരുവിൽ കലാപം നടത്തുന്നുണ്ട്. ഇത് ഒരു കല്ല് പോലും എറിയാതെ, ഒരു പോസ്റ്റർ പോലും കീറാതെ, ഒരു അഹങ്കാരത്തിൻ്റെ മൂർത്തിമദ്ഭാവമായ ഒരു നടൻ സംവിധായകനായിട്ട് ധിക്കാരത്തോടെ മാത്രം പെരുമാറുന്ന ഒരു നടൻ. ഇവൻ നടനായിട്ട് ഇവൻ വലിയ വില കൂടിയ കാറുകളിലൊക്കെ ചെത്തി നടക്കുന്ന ലക്ഷൂറിയസ് ലൈഫ് നയിക്കുന്ന പാവപ്പെട്ടവൻ കൂലിപ്പണിക്കാരൻ ഉൾപ്പെടെ ആ വിയർപ്പൊഴുക്കുന്ന പണം വെള്ളിയാഴ്ച തിയേറ്ററിൽ കൊണ്ട് മുടക്കുന്നതുകൊണ്ടാണെന്ന് അറിയാത്ത ഒരു മനുഷ്യനുണ്ടല്ലോ. മലയാള സിനിമയിലെ ഏറ്റവും വലിയ അഹങ്കാരി, മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഹിന്ദു വിരുദ്ധൻ, ഇപ്പം മലയാള സിനിമയിലെ ഏറ്റവും വലിയ രാജ്യവിരുദ്ധൻ കൂടിയായി മാറിയിരിക്കുന്നു എന്ന് പറയുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം രാജ്യവിരുദ്ധൻ എന്ന് നമ്മളെന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തെ ജനവിഭാഗങ്ങളെ തമ്മിൽ വൈരാഗ്യമുള്ളവരാക്കി ശത്രുക്കളാക്കി മാറ്റുന്ന പ്രവർത്തി ചെയ്യുന്നവൻ രാജ്യവിരുദ്ധനാണ്. ഇന്നലെ വരെ ഒരുമിച്ച് നിന്നവരെയാണ് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അതെ, RSSന്റെ ഓർഗനൈസർ പറയുന്നത് എന്താണ്? ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കുന്ന സിനിമയാണ്. അങ്ങനെ ഹിന്ദുവും മുസ്ലിമും തമ്മിൽ ഇവിടെ പോരടിച്ചാലും എനിക്ക് കാശ് കിട്ടണമെന്ന് പറയുന്ന ഒരുത്തനെ സത്യത്തിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് ചെറുത്ത് പരാജയപ്പെടുത്തുകയാണ് വേണ്ടത്. ഇനി പൃഥ്വിരാജ് സുകുമാരൻ ഇങ്ങനത്തെ സംവിധാന സംരംഭമായി ഇറങ്ങരുത്. മലയാള സിനിമയിലെ, ഇന്ത്യൻ സിനിമയിൽ ഒരിക്കലും കിട്ടിയിട്ടില്ലാത്ത ഒരു അനുഭവ പാഠമാണ് എമ്പുരാൻ സമ്മാനിക്കാൻ പോകുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ്റെ അവസാനമാവുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതറിയോ, അദ്ദേഹത്തിന് ഫണ്ട് വരാൻ വേറെ വഴിയുണ്ടെന്നേ, അദ്ദേഹത്തിൻ്റെ ചാനൽ വേറെയാണെന്നേ, അദ്ദേഹത്തിൻ്റെ വിദേശ യാത്രകൾ അന്വേഷിക്കണമെന്ന് ഗണേഷിൻ്റെ ആവശ്യത്തിലുണ്ടല്ലേ. അപ്പം നഷ്ടം മോഹൻലാലിന് മാത്രമാണ്. നഷ്ടം മോഹൻലാലിന് മാത്രം. പിന്നെ ഗോപാലിൻ്റെ കാശും പോയി. ഗോപാലേട്ടൻ്റെ സമീപകാലത്തായിട്ട് പടങ്ങളൊക്കെ പടപടാന്ന് പൊട്ടുകയാണ് അല്ലേ? അതെ അതെ, പല പടവും പൊട്ടുകയാണ്, വലിയ ബഡ്ജറ്റിലുള്ള പടങ്ങളൊക്കെ പൊട്ടുകയാണ്. അപ്പോൾ ഇതിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചില സംഭവമൊക്കെ ഉണ്ട്. ഇവർ പറഞ്ഞത് ലൈക്ക പിന്മാറിയതല്ലേ? അതെ. പക്ഷേ ലൈക്കയുടെ നിർമ്മാതാവിൻ്റെ പേരാണല്ലോ അത് എഴുതി കാണിക്കുന്നത്. അപ്പോൾ ലൈക്ക പിന്മാറി എന്ന് പറഞ്ഞത് ഒരു കൃത്രിമമായ ഒരു ഹൈപ്പ് ഉണ്ടാക്കാൻ കളിച്ചൊരു നാടകമാണോ? ലൈക്ക എന്ന് പറയുന്ന കമ്പനിയുടെ ഉടമസ്ഥൻ ഇന്ത്യക്കാരനല്ല,
ജാഫ്നയിൽ ജനിച്ച ബ്രിട്ടീഷുകാരനാണ്. അയാൾക്ക് അങ്ങനെയാണ് ഇന്ത്യയിൽ ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ ദുരൂഹതകളൊക്കെ ദുരൂഹതകളൊക്കെ ഒത്തിരി ഒരുപാടുണ്ട്. അത് നമ്മൾ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.